അങ്ങനെ പിന്നെ അവർക്ക് ഒരു ക്യാരക്ടറിനെ കൊല്ലേണ്ടി വന്നു. എനിക്ക് പറ്റിയ ജോലിയല്ല എന്ന് എനിക്ക് തോന്നിയോണ്ട് അവസരം റിസൈൻ ചെയ്യേണ്ടി വന്നു. ഇവളെപ്പോഴും എന്നെ കുറ്റം പറയാറുണ്ട്, ഞാൻ മാർക്കറ്റിൽ പോണ പോലെയാണ് സ്കൂളിലൊക്കെ. അങ്ങനെയാണോ? അതുവരെ ഒരുപാട് പേര് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഒരാൾ വന്ന് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതമായിട്ടുള്ള ഇന്ദുലേഖ മാമും മകളുമാണ് ഉണ്ണിമായി. സോ മാമിനെ കുറിച്ചാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്. കാരണം ഒരു 3.5 വയസ്സിൽ മാം ഡാൻസ് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ആ നൃത്തത്തിൽ കൂടെ തന്നെ പുതിയൊരു ജീവിതം മാമിന്റെ മുന്നിലേക്ക് വന്ന് സീരിയലിലേക്ക് എത്തിച്ചേരുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ആ ഒരു 3.5 വയസ്സിൽ നിന്ന് ആ ഒരു 13ാമത്തെ വയസ്സിൽ ഫസ്റ്റ് സീരിയലിലേക്ക് വരുന്ന ഒരു ജേർണി? 3 വയസ്സിൽ ഡാൻസ് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു 4 വയസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞു. അന്ന് ഒരുപാട് ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. വളരെ ചെറുതിലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ നല്ലൊരു ബിസി ആയിട്ടുള്ളൊരു ഷെഡ്യൂളായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ ഒരു ഡാൻസ് തന്നെയാണ് ഇന്ന് എത്തി നിൽക്കുന്ന ഈ ഒരു ജീവിതത്തിന്റെ പിന്നിലുള്ളതെന്ന് പറയുന്നത് അല്ലേ? ഡാൻസ് ചെയ്യാനൊക്കെ ഇഷ്ടമാണോ? അതേ അമ്മ എന്താണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പഠിച്ചതാണോ? അതേ കുഞ്ഞിലെ മുതലേ അമ്മയെ പോലെ തന്നെ ഡാൻസ് പഠിക്കാനൊക്കെ താല്പര്യം തോന്നി ചെയ്തതാണോ? കുഞ്ഞിലെ മുതല് ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. മകൾ +2 കഴിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ ആക്ച്വലി. അപ്പൊ ഇനി അടുത്ത ഒരു പ്ലാൻ എന്താണ്? ഇപ്പം ഞാൻ മെഡിസിന്റെ എൻട്രൻസിന് വേണ്ടി മാം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ഒരു ഇന്റർവ്യൂവിൽ. എവിടെയാണ് ഡോക്ടർ ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വീട്ടിലെ സാഹചര്യം ഒന്നും അതിനൊന്നും പറ്റാത്തത് കൊണ്ട് അല്ലാതെ നോർമൽ ആയിട്ടുള്ള ഡിഗ്രി BCom അല്ലേ മാം പഠിച്ചത്? BCom കഴിഞ്ഞിട്ട് MCom, MBA, ഭരതനാട്യത്തിൽ MA ചെയ്യണം. ഭരതനാട്യത്തിൽ MA ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ മാമിന് എത്താൻ പറ്റാത്തടത്തേക്ക് മകളെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എൻട്രൻസിലേക്ക്. അവളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് MBBS ഡോക്ടർ ആവണം. ആ ഒരു ഇതാണല്ലേ? 13ാമത്തെ വയസ്സിൽ ഫസ്റ്റ് സീരിയൽ എനിക്ക് തോന്നുന്നു ഹീറോസ് അല്ലെ? ഹീറോസ് ഫസ്റ്റ് റോൾ എങ്ങനെയായിരുന്നു? അതിനകത്ത് മെയിൻ ക്യാരക്ടർ ആയിട്ട് മീൻസ് ആരുടെങ്കിലും അങ്ങനെ? കുട്ടികളുടെ സീരിയലായിരുന്നു. 4 കുട്ടികളാണ് അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരുന്നത്. അപ്പൊ 3 ആൺകുട്ടികളും ഞാൻ ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പൊ അതില് ക്യാരക്ടറിനെ പറ്റിയൊന്നും വലിയ വിവരമൊന്നും ഇല്ലായിരുന്നു. നേരെ അഭിനയിക്കാൻ ചെന്നു. അപ്പൊ അവര് പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ അതേപോലെ തന്നെ തിരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു. അല്ലാതെ ഓഡീഷനിൽ കൂടെ തന്നെയാണ് ആ ഒരു സീരിയലിലേക്ക് പോകുന്നത്. ആദ്യം എങ്ങനെയായിരുന്നു? ആദ്യം ഡാൻസ് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ എന്റെ പേര് എന്നെ സാറ് പറഞ്ഞു. അങ്ങനെ ചെന്നു. അവര് പറഞ്ഞു അതേപോലെ തന്നെ ചെയ്ത് കാണിച്ചു. അല്ലാതെ വലിയ അതിനെ കുറിച്ച് കൂടുതൽ ധാരണ ഉണ്ടെന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ആ ഒരു ഏജിൽ എന്താണെന്ന് പോലും അറിയാത്തൊരു പ്രായമായിരിക്കാൻ. പിന്നെ കുട്ടികളായിരുന്നല്ലോ, അപ്പൊ എല്ലാരും കൂടെ ഭയങ്കര രസമായിട്ട് ഓരോന്നും ചെയ്തു. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. അപ്പോ കുട്ടികളെല്ലാം കൂടെ സൈക്കിൾ ഓടിച്ച് അവിടെ എവിടെയും പോകുന്നു, പല കാര്യങ്ങളിങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു. അത് നല്ല രസമായിരുന്നു. അതും വെക്കേഷൻ ടൈമിലാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പൊ അതൊക്കെ എൻജോയ് ചെയ്തങ്ങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വൺ ദൂരദർശനിൽ തന്നെ ആയിരുന്നു. ടെലിഫിലിംസ് ആണ് ചെയ്തത്. ടെലിഫിലിം ഷോർട്ട് ഫിലിംസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 13 എപ്പിസോഡ് വരുന്ന സീരിയലുകൾ തുടങ്ങിയത്. അതുപോലെ തന്നെ ഡബിൾ റോഡിൽ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട് എനിക്ക്, യാത്ര. അതിൽ 2 ക്യാരക്ടേഴ്സിനെ മേക്ക് ഓവർ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ദൂരദർശൻ സീരിയൽ ആയതുകൊണ്ട് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിലാണ് എല്ലാം ചെയ്തത്. പിന്നെ അത് തീരാറായപ്പോ ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പൊ 2 ക്യാരക്ടേഴ്സും കൂടെ ചെയ്യാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ പിന്നെ അവർക്ക് ഒരു ക്യാരക്ടറിനെ കൊല്ലേണ്ടി വന്നു. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചാൽ അമ്മ തന്നെ ആയിരിക്കും പറയാനായിട്ടുള്ളത്. ബൗണ്ടറി ഇതുവരെ കീപ്പ് ചെയ്തിട്ടില്ല. ഇല്ല. ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോ സ്കൂളിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള ഒരു ടൈം കൊടുക്കുക. അപ്പൊ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോ അറിയാതെ ഓരോന്നും നമ്മളെടുത്ത് ഷെയർ ചെയ്ത് പോകും. എല്ലാ കാര്യങ്ങളും. ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിലും സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നോ? ബാങ്കിൽ നിന്ന് ലീവ് കിട്ടുന്ന സമയം അനുസരിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രി ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണല്ലോ. അപ്പോ അത് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മള് ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാല് അവിടെ എന്താണ് റീപ്ലേസ് ചെയ്യാനായിട്ട് ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് വിട്ട് നിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജോലിയിലേക്ക് കയറിയത്. പക്ഷേ അപ്പോഴും പല ഓഫേഴ്സും വരുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റിയ റോൾസ് അതിനിടയ്ക്കും ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു സ്റ്റേജില് ബാങ്ക് ജോലി നമുക്ക് പറ്റിയ ജോലിയല്ല എന്ന്, എനിക്ക് പറ്റിയ ജോലിയല്ല എന്ന് എനിക്ക് തോന്നിയോണ്ട് അവസരം റിസൈൻ ചെയ്യേണ്ടി വന്നു.
കുറച്ചുകൂടെ ഫ്രീഡം ഒക്കെ ഈ ഒരു നമ്മുടെ അഭിനയം ആ ഒരു കാര്യങ്ങളിലൊക്കെ പിന്നെ കുറച്ച് പ്രഷർ ഉള്ള ഒരു ജോലിയായിരുന്നു. അപ്പൊ എനിക്ക് വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തു. അതന്നെ ഇപ്പൊ മകളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ ആക്ട്രസ് ആയിട്ടാണോ അമ്മയെ കാണാൻ ഇഷ്ടം, അതൊരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളായിട്ടാണോ? ആക്ട്രസ് ആയിട്ട് ആക്ട്രസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട്? അമ്മയുടെ പാഷൻ അതാണ്, അമ്മയുടെ ഇഷ്ടം അതായതുകൊണ്ട്. പിന്നെ കൂടുതൽ ടൈം കിട്ടും. ബാങ്കിലായിരുന്നപ്പോ കൂടുതൽ ടൈം കിട്ടത്തില്ലായിരുന്നു. ഇല്ല, ഒരു ലിമിറ്റഡ് ടൈം അല്ലേ വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ. രാവിലെ എല്ലാ വീക്കെൻഡ്സ് ഒക്കെ ഒരു ദിവസം ഹോളിഡേ അല്ലെങ്കിൽ ഹോളിഡേയ്സിൽ മാത്രം വീട്ടിൽ. ഇതിപ്പോ രാവിലെ മീൻസ് ഷൂട്ടുള്ളപ്പോ മാത്രം പോയാൽ മതി, ഫ്രീ ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ സെറ്റിൽ കൂടെ പോവാം അല്ലേ? അങ്ങനെ പോയിട്ടുണ്ടോ? സെറ്റിൽ കൂടെ പോയിട്ടുണ്ടോ? എപ്പോഴും പോകാറുണ്ട്. എപ്പോഴും പോകാറുണ്ട്. എപ്പോഴും അല്ല, ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. അവിടെയും കമ്പനിയും ഒക്കെ ആയിട്ട് എല്ലാവരുമായിട്ടും വന്ന് ജോയിൻ അയച്ചില്ലാവുന്ന ഒരാളാണെന്ന് തോന്നുന്നത്. ഞാനും അവിടുത്തെ വിശേഷങ്ങളൊക്കെ വീട്ടിൽ വന്നും പറയാറുണ്ട്. അപ്പൊ എല്ലാരെയും നല്ലോണം അറിയാം. ഓരോ സെറ്റിൽ നടക്കുന്ന ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ ഞാനും വന്ന് പറയാറുണ്ട്. അപ്പൊ എല്ലാരും നല്ലപോലെ അറിയാം. അപ്പൊ അതുപോലെ സെറ്റിലൊക്കെ പോയപ്പോഴത്തേന് എനിക്കും അഭിനയിക്കണം എന്നൊരു മോഹം എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മോഹം ഇല്ല. എനിക്ക് കുറച്ചുകൂടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, കരിയർ ഒക്കെ ഫോക്കസ് ചെയ്യണം. എന്നാലും എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാ ചെയ്താൽ കൊള്ളാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലേ? ഓക്കെ. കുഞ്ഞിലെ ബനാറസ് എന്ന് പറഞ്ഞ ഫിലിമില് അമ്മയുടെ കൂടെ വിനീതിന്റെ കുട്ടിക്കാലം അഭിനയിച്ചത്. പിന്നെ ഒരു സീരിയൽ കൈരളിയില് ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? പിന്നെ അമ്മയുടെ കൂടെ സെറ്റില് പോയി അത് കണ്ട് പരിചയമുള്ള ഒരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ? ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്സിന്റെ അമ്മമാർക്കൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. മീൻസ് ആളുടെ ഫ്രണ്ട്സിന്റെ അമ്മമാരൊക്കെ വന്ന് ഫോട്ടോസ് എടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? എല്ലാരുമായിട്ടും ഒരു എന്താ കമ്പനിയാണ്. അപ്പോ ഇവളെപ്പോഴും എന്നെ കുറ്റം പറയാറുണ്ട്. ഞാൻ മാർക്കറ്റിൽ പോണ പോലെയാണ്. അങ്ങനെയാണോ? സാധാരണ ഓരോരുത്തര് പോകുമ്പം ഫുൾ മേക്കപ്പ് അങ്ങനെ. അതിപ്പോ ഇപ്പൊ തന്നെ ആയാലും മാം ഭയങ്കര ഒരു സിമ്പിൾ ലുക്കിലാണ് ഇന്നിപ്പോ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഇഷ്ടം തോന്നുന്നല്ലേ? ഞാൻ ഏറ്റവും കംഫർട്ടബിൾ അങ്ങനെയാണ്. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും മാഞ്ഞു പോയോ, ശരിക്കാണോ ഇരിക്കണെന്നൊക്കെ ഉള്ളൊരു ഇല്ലെങ്കിൽ ഇല്ലാന്നല്ലേ ഉള്ളൂ അല്ലേ? ഞാൻ കംഫർട്ടബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് പുറത്തൊക്കെ പോകുമ്പോഴും എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് വന്ന് സംസാരിക്കാറുള്ളത്. അങ്ങനെ ഒരു ആക്ട്രസ് ആണെന്ന് പറഞ്ഞ ഇങ്ങനെ മാറ്റി നിർത്താൻ അങ്ങനെയൊന്നും പതിവില്ല. അപ്പൊ എല്ലാരും അടുത്ത് വന്ന് സംസാരിക്കും. നല്ല മാമിന്റെ സീരിയലിന്റെ ഒരു ഡയറക്ടർ തന്നെയാണ് മാം വിവാഹം കഴിച്ചതെന്ന് തോന്നുന്നു അല്ലേ? കാണുമ്പോ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു മൊമെന്റിലല്ലാതെ എപ്പോഴെങ്കിലും മാമിന് തോന്നിയിട്ടുണ്ടോ ഈ ആളായിരിക്കും എന്റെ ലൈഫ് പാർട്ട്ണർ? അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. മീൻസ് ഇഷ്ടമുണ്ട് എന്നൊരു ആ സീരിയൽ നടക്കുമ്പോൾ അതിന്റെ ഒരു പകുതിക്ക് വെച്ചിട്ടാണ് പുള്ളി അതിൽ ജോയിൻ ചെയ്തത്. അപ്പൊ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒരു ഇൻഡിക്കേഷൻസ് തരുന്നുണ്ടായിരുന്നു. എന്നാലും ഇത് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവുള്ളൂ എന്ന് വിചാരിച്ചു. ആ സീരിയലിന്റെ പാക്കപ്പിന്റെ അന്ന് കഴിഞ്ഞിട്ടാണല്ലേ? ആ സീരിയലിന്റെ ഷൂട്ടിങ്ങിന്റെ ലാസ്റ്റ് ഡേ എന്റെ അടുത്ത് പറഞ്ഞു, പ്രപ്പോസ് ചെയ്തു. പിന്നെ അതൊക്കെ വീട്ടുകാർ തീരുമാനിക്കുന്ന പോലെയാണ്, എനിക്കതിലൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ഇട്ടൊക്കെ മാറിയിരുന്നു. അത് ഞാൻ അങ്ങനെ വിട്ടില്ല. പിന്നെ എന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അതുവരെ ഒരുപാട് പേര് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഒരാൾ വന്ന് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ വീട്ടിൽ വന്ന് സംസാരിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ പറഞ്ഞില്ല. പിന്നെ എന്നെ വിളിച്ചു. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ അറിയിച്ചു. പിന്നെ എതിർപ്പ് തുടങ്ങി. അങ്ങനെ 3 കൊല്ലം പ്രേമിച്ചു. 3 വർഷം റിലേഷനിലായതിനു ശേഷം പിന്നെയാണ് വിവാഹത്തിലേക്ക് എത്തുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ. ഡിഗ്രി എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പഠിക്കുന്ന ടൈമിൽ മാം സീരിയൽസ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നൊക്കെ ഹീറോയിൻ റോൾസ് ചെയ്യായിരുന്നു. ആ ഒരു ഇതില് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഗ്രി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. പിന്നെ ബാക്കിയെല്ലാം പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ഫിക്സ് ചെയ്തു. നിങ്ങൾ തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്തു. നിങ്ങൾ തന്നെ അങ്ങനെ വീട്ടിലറിയാതെയാണല്ലേ? വീട്ടിലായിരുന്നു. അന്ന് താലി എന്ന് പറഞ്ഞ സീരിയലിന്റെ ഷൂട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ അതിലെ ഫുൾ ക്രൂ നമുക്ക് സപ്പോർട്ടായിരുന്നു.
അപ്പോൾ അവർ തന്നെ എൻ്റെ കോസ്റ്റ്യൂമൊക്കെ അവിടെ മേടിച്ചു വെച്ചു, മേക്കപ്പും സാധനങ്ങളെല്ലാം അവിടെ മേടിച്ചു വെച്ചിരുന്നു. ഇനി വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം പിന്നെ ഷൂട്ടിങ്ങിന് പോയി. കല്യാണം കഴിഞ്ഞ ഉടനെ മാം സാറിൻ്റെ കൂടെ അങ്ങനെ ആയിരുന്നു? വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു, ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിയത്. പിന്നെ അപ്പോൾ എറണാകുളത്തായിരുന്നു എൻ്റെ വീട്. എറണാകുളത്ത് നിന്ന് നേരെ ട്രിവാൻഡ്രത്തേക്ക് ഒരു ലോങ് ജമ്പ്. ഓക്കെ. അപ്പൊ വീട്ടിൽ അറിഞ്ഞപ്പോഴത്തേനോ? വീട്ടിൽ അറിഞ്ഞപ്പോ എല്ലായിടത്തും നടക്കുന്ന പോലെ തന്നെ പ്രശ്നമായിരുന്നു. പിന്നെ അത് ഹസ്ബൻഡിന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞ എല്ലാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ അതൊന്നും കുഴപ്പമില്ല എന്നുള്ളൊരു. അപ്പൊ പിന്നെ ഓക്കെ ആയി, രണ്ട് വീട്ടിലും ഓക്കെ ആയിരുന്നല്ലേ? പിന്നീട് പിന്നെ കല്യാണം കഴിക്കുന്ന പ്രശ്നമുള്ളത്, കല്യാണം കഴിച്ചത് ശരിയായി. ഓക്കെ. ആൻഡ് അതിനുശേഷം പിന്നെ മാം സാറ് ചെയ്ത സീരിയൽ പിന്നെ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ കളിയല്ല കല്യാണം എന്ന് പറഞ്ഞൊരു സീരിയല് സാർ ചെയ്തത് തന്നെയാണ് മാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ആൻഡ് അമ്മയുടെ ഈ കഥകളൊക്കെ എപ്പോഴും അന്നേ അറിയായിരുന്നു? കുഞ്ഞായിരുന്നപ്പോഴും പറഞ്ഞു? പണ്ടേ അറിയായിരുന്നു, എല്ലാം കേട്ട്. ഓക്കെ. എല്ലാം ഞാൻ തന്നെ ചോദിച്ചു മനസ്സിലാക്കിയത്. തന്നെ ചോദിച്ചു, ഉറപ്പായിട്ടും അങ്ങനെ വേണമല്ലോ, എല്ലാ അമ്മയുടെ കാര്യങ്ങൾ ചോദിച്ചറിയണം. ആൻഡ് എത്ര വയസ്സ്, മകൾക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് സാറ് മരണപ്പെടുന്നത്? 7 വയസ്സ്. അത് കഴിഞ്ഞ ഒരു 0 സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു, എല്ലാം ആദ്യം പോലെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ കഴിഞ്ഞ ആകെ ഒന്ന് കൊളാപ്സ് ആയിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, അവളുടെ കാര്യങ്ങളും കൂടെ നോക്കേണ്ടതാണ് എന്ന് വിചാരിച്ച് പിന്നെ അന്ന് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അതില് കണ്ടിന്യൂ ചെയ്തു. 5-6 കൊല്ലം അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. 6 വർഷത്തോളം ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റാണ് കുറച്ച് ദിവസം അടുപ്പിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയത്. അപ്പൊ ആ ഒരു ടൈം എല്ലാം മാം എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു. എങ്ങനെയാണെന്ന് ചോദിച്ചറിയില്ല. പക്ഷെ ഫ്രണ്ട്സും ഒക്കെ അവരെ കൊണ്ടൊക്കെ പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ സീരിയലിലേക്ക് പോകുമ്പോഴത്തേനും മീൻസ് മാം സാറ് വയ്യാതിരിക്കുമ്പോഴായാലും സീരിയലിലേക്ക് അഭിനയിക്കാനൊക്കെ പോകുമ്പോഴത്തേനും ബാക്കിയുള്ളവരുടെ സൈഡിൽ നിന്നൊക്കെ അവർക്ക് നമ്മുടെ ഒരു സിറ്റുവേഷൻ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പം പുള്ളി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അഭിനയിക്കാൻ പോകണു എന്നുള്ള രീതിയിലൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് പോയി. നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കല്ലേ അറിയാം. അത്രയും സ്വീറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഭയങ്കര പാവമാണെന്ന് തോന്നുന്നില്ല ആള്? ആണോ? അതെ അതെ തന്നെ പറയാണല്ലേ, ആണല്ലേ മാം? എന്താ ഇങ്ങനെയാണ്, പാവമായിട്ടുള്ളൊരു കുട്ടിയാണോ? ഭയങ്കര അഡ്ജസ്റ്റബിൾ ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനകത്ത് നിൽക്കുന്ന ആളാണ്. വാശിയൊക്കെ ഉണ്ടോ? ആ പ്രായത്തിൻ്റെതായ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊന്നും നടക്കില്ല, പിന്നെ ഒതുങ്ങി വരും. പാട്ടൊക്കെ പാടോ? ചെറുതായിട്ട് ഒരു പാട്ട് പാടിയാൽ ജസ്റ്റ് സിറ്റുവേഷൻ തണുപ്പിക്കാനായിട്ട്. പാട്ട് പാടുന്ന പറഞ്ഞ പിന്നെ ഒരു പാട്ട് കേൾക്കണ്ടേ മാം? കേൾക്കണ്ടേ? പാട്ട് പാടും, വയലിനുണ്ട്. അത് ജസ്റ്റ് കുറച്ച് പഠിച്ചതേ ഉള്ളൂ. ഓക്കെ. ഡാൻസും പഠിക്കാനായിട്ട് പോയോ? അത് മാമിന്റെ കയ്യിൽ നിന്ന്? അല്ല, ഞാൻ പഠിക്കാൻ പോയി. ഞാൻ പഠിപ്പിക്കാൻ നിർത്തിയപ്പോ നിക്കണില്ല.